ഇതിലൊരു വിശദീകരണം നൽകാൻ എന്തുകൊണ്ടാണ് CPM-ന് കഴിയാതെ പോകുന്നത്? CPM ഈ കാര്യത്തിൽ കൃത്യമായും ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. കേവലം ഇത് പാർട്ടിക്കകത്തൊരു ആഭ്യന്തര പ്രശ്നം മാത്രമല്ല. ഒരു പാർട്ടി മെമ്പർ, പാർട്ടി അനുഭാവി പോളിറ്റ് ബ്യൂറോന് കൊടുത്ത പരാതി എന്നതിൽ മാത്രം പാർട്ടി കുളി ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട, സംസ്ഥാനത്തിന്റെ പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ പലരുടെയും സഹായം സ്വരൂപിക്കുകയും ആ സഹായത്തിന് വേണ്ടിയുള്ള പണം പാർട്ടി നേതാക്കന്മാർ അവരുടെ കുടുംബാംഗങ്ങളും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന രീതിയിൽ ഉള്ള ഗൗരവമേറിയ ഒരു പരാതിയാണുള്ളത്. അതുകൊണ്ട് ഇത് പൊതുസമൂഹത്തിന് അറിയാൻ വലിയ ജാഗ്രതയുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഒന്നുകിൽ പാർട്ടി സത്യസന്ധമായ അഭിപ്രായം പ്രകടിപ്പിക്കണം, അതല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള ഒരു അന്വേഷണം ഈ കത്തുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ, വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്നുള്ള ചില NGOs-ന്റെ സഹായങ്ങൾ, ഇവയൊക്കെ സംബന്ധിച്ച് കൃത്യമായും ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകണം. ഇതൊരു രാഷ്ട്രീയ ജീർണതയുടെ കൂടി ഭാഗമാണ്. രാഷ്ട്രീയ പ്രവർത്തകന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ജനങ്ങൾ കാണുന്നത് സാമൂഹ്യ സേവകന്മാർ എന്ന നിലയിലാണ്. ഇതിനകത്ത് അതിനപ്പുറത്ത് നിന്നുകൊണ്ടൊരു പി ജയരാജന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ വിവാദത്തിന് അല്പായുസായിരിക്കും എന്നുള്ളതാണ്. കുറച്ച് പണിയില്ലാത്ത മനുഷ്യർ കുറെ കാര്യം പറയുന്നു, അതിനുശേഷം അവരത് പറഞ്ഞു മടുക്കുമ്പോൾ നിർത്തുന്നു എന്ന് പറയുന്ന ഒരു തന്ത്രമാണോ? അല്ല, ഇതൊരു തരം ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പുതിയ ഒരു തന്ത്രമാണത്. ഒരു വിവാദം ഉണ്ടാകും, അടുത്ത വിവാദം വരുമ്പോൾ ഈ വിവാദം മറന്നു പോകുന്നത്. പക്ഷെ ജനങ്ങളെ മനസ്സിൽ അങ്ങനെ മറവി എളുപ്പത്തിൽ ഉണ്ടാവില്ല. ഇതൊക്കെ ജനങ്ങൾ മനസ്സിനകത്ത് കൂട്ടി വെക്കും. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രമാത്രം സാക്ഷരതയുള്ള സ്ഥലത്ത്, അത് മാധ്യമങ്ങൾക്ക്, അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങൾക്കും വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് നാട്ടുകാർ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയും. ആ സത്യങ്ങൾ തിരിച്ചറിയുക മാത്രമല്ല, അത് ഒബ്സർവ് ചെയ്യാനും സ്വന്തമായ രീതിയിൽ നിരീക്ഷണം നടത്തി തീരുമാനമെടുക്കാനുമുള്ള സാമൂഹ്യ അവബോധമുള്ള ഒരു ജനതയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ജയരാജനെ പോലെയുള്ള ആളുകൾ ഇതിനെ നിസ്സാരവൽക്കരിച്ച്, ഇത്തരത്തിൽ CPM നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഓരോ ആരോപണം വരുമ്പോൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്നതാണ് ആ പാർട്ടി ഈ കടുത്ത ജീർണതയിലേക്കും. പാർട്ടിയുടെ തന്നെ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്, കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്, അധികാരത്തിനും പാർലമെന്ററി വ്യാമോഹത്തിനും പണം സമ്പാദനത്തിനും മാഫിയകളെ കൂട്ടുപിടിച്ചിട്ടുള്ള ഇടപാടുകൾക്കും മദ്യം ലഹരി ഉപയോഗങ്ങളിലുമൊക്കെ പാർട്ടി പലതിൽ നിന്നും വ്യത്യസ്തമായി ഈ രീതിയിലായി മാറിയെന്ന് പോളിറ്റ് ബ്യൂറോ തന്നെ താഴേക്ക് റിപ്പോർട്ട് ചെയ്യാൻ കൊടുത്തതായി നമ്മൾ മാധ്യമങ്ങളിൽ വായിക്കാനിടയായി. അപ്പൊ ഈ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും ജനങ്ങൾ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിച്ചത് പോലെ ഇപ്പോൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നാണ് ജയരാജൻ തന്നെ പറയുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഇനിയും വരും, ഇനി ഇതൊക്കെ പോകും, ആളുകൾ അപ്പൊ തന്നെ മറക്കും, പിന്നെ വേറെ വിവാദം വരും, കുറച്ചാൾക്കാർ കുറച്ച് ഇത് കൊണ്ടുനടക്കാം എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഒരു ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് P. ജയരാജൻ ഉൾപ്പെടെ നടത്തിയത്. ഇത്